വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സാണ്. ഇവിടെ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 20,000 റുപ്പീസ് ആയിരിക്കും. +1 +2 ഫിസിക്സ്, കെമിസ്ട്രി 8, 9, 10 സൈക്കോളജി, പെഡഗോഗി, GK എല്ലാം അടങ്ങിയിട്ടുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡൈഹൈഡ്രജൻ എന്ന് പറയുന്നതിൻ്റെ നമ്മുടെ SCRT അല്ലെങ്കിൽ NCERT സിലബസിൽ പറയുന്ന 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേരപ്പ് ഇതാണ്, ഡൈഹൈഡ്രജൻ. ഡൈഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് വരുന്ന 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പോൾ H2 എന്ന പേരിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: പ്രപഞ്ചത്തിൻ്റെ മാസിൻ്റെ എത്ര ശതമാനം ഹൈഡ്രജൻ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടുത്തെ പോയിൻ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, പ്രപഞ്ചത്തിൻ്റെ മാസിൻ്റെ എത്ര ശതമാനം? ആ ശതമാനം ഓർത്തിരിക്കുക, 70% പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ മാസിൻ്റെ 70% എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഹൈഡ്രജൻ ആണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതെന്താണ് ഒന്നാമത്തെ പോയിന്റ് പറയണത്? പ്രപഞ്ചത്തിൻ്റെ മാസിൻ്റെ 70% എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രജനാണ്. ഇനി 1% കണക്കും കൂടി നമുക്ക് പഠിക്കാം. സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഭൗമാന്തരീക്ഷത്തിൽ എത്ര ശതമാനം ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ പഠിക്കാം? ഭൗമാന്തരീക്ഷത്തിൽ 0.15%. എത്രയാണ്? 0.15%. ഒരു ടേം കൂടി പഠിക്കണം, പിണ്ഡ ശതമാനം എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്താണ് പിണ്ഡ ശതമാനം? അപ്പോൾ ഭൗമാന്തരീക്ഷത്തിൽ 0.15% പിണ്ഡ ശതമാനം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഡൈഹൈഡ്രജൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ അപ്പോൾ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് വരിക: എന്തുകൊണ്ടാണ് ഇത്രയും കുറവ് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, എന്ത്? ഭാരക്കുറവ് ആണ്. അപ്പോൾ ഡൈഹൈഡ്രജൻ്റെ ഭാരക്കുറവ് ഉള്ളത് കൊണ്ടാണ് ഭൗമാന്തരീക്ഷത്തിൽ 0.15% പിണ്ഡ ശതമാനം ഡൈഹൈഡ്രജൻ ഉണ്ടാകുവാനായിട്ടുള്ള കാരണം. ഒരു വട്ടം പ്രീവിയസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ഭാരക്കുറവ് ഉള്ളത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമുക്കറിയാം, ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നോർമൽ ലെവൽ എങ്ങനെയാണ്? സംയുക്താവസ്ഥയിൽ കാണപ്പെടും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു സംഗതിയാണല്ലേ. സംയുക്താവസ്ഥ. ഈ സംയുക്താവസ്ഥയിൽ ഈ ഹൈഡ്രജനെ നമുക്ക് എവിടെയെല്ലാം കാണാനായിട്ട് സാധിക്കും? ഭൂവൽക്കത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റാവുന്ന മറ്റൊരു സ്ഥലമാണെന്ത്? സമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ സംയുക്താവസ്ഥയിൽ ഹൈഡ്രജനെ നമുക്ക് ഭൂവൽക്കത്തിലും സമുദ്രത്തിലും കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്ര % കാണാൻ പറ്റുക എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? 15.4% അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 3 പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ് അപ്പോൾ എന്താണ്? പ്രപഞ്ചത്തിൻ്റെ മാസിൻ്റെ 70% ഹൈഡ്രജനാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഭൗമാന്തരീക്ഷത്തിൽ 0.15 പിണ്ഡ ശതമാനത്തോളം ഹൈഡ്രജനാണ്. ഈ അളവ് കുറയുവാനുള്ള കാരണം ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഭാരക്കുറവാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഭൂവൽക്കത്തിലും സമുദ്രം എന്നിവയിൽ സംയുക്താവസ്ഥയിൽ 15.4% എന്തിൻ്റെ സാന്നിധ്യം കാണുവാനായിട്ട് പറ്റും? ഹൈഡ്രജൻ്റെ സാന്നിധ്യം കാണുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്.
അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നതിന് ഐസോടോപ്പുകളുണ്ട്. ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.